നമസ്കാരം. വിടാമുയർച്ചി ട്രെയിലർ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണോ ഈ സിനിമ ഉണ്ടാവുക അത് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഈ സിനിമ എന്ന് ഒറ്റ വാക്കിൽ പറയാം. സാധാരണയായി തമിഴ് മാസ് സിനിമകൾ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ സിനിമകളുടെയൊക്കെ തന്നെ പാറ്റേൺ എന്താണ്, ടെംപ്ലേറ്റ് എന്താണ് എന്ന് അറിയാവുന്ന ആളുകൾക്ക് വിടാമുയർച്ചയിലേക്ക് പോകുമ്പോഴേക്കും നിരാശ ഉണ്ടാകുമെന്ന് ആദ്യമേ പറയട്ടെ. കാരണം ഇതെല്ലാ തരത്തിലുമുള്ള ഒരു ഹീറോയിക് അപ്രോച്ചോ അല്ലെങ്കിൽ ഓരോ തരത്തിലും മാസ് എലമെൻറ്റ്സ് കുത്തി നിറയ്ക്കുന്ന ഒരു സിനിമയൊന്നും അല്ല വിടാമുയർച്ചി. വളരെ നീറ്റായിട്ട് എന്താണ് സ്ക്രീൻ പ്ലേയിൽ അത്യാവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ഈ സിനിമ പോർട്രേ ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ അജിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഉൾപ്പെടെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇൻട്രൊഡക്ഷൻ സീൻ പ്ലേസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടറിന് പോലും അതിനേക്കാൾ ഒരു മാസ് ഇൻട്രൊഡക്ഷൻ സീൻ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നാച്ചുറലായ ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ്. അതൊരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പോലും തോന്നുന്നില്ല. ഒരു നോർമൽ സീനാണ്, അതിനകത്ത് അജിത്തിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അജിത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെ ഈ സിനിമയുടെ ഒരു ഇൻട്രൊഡക്ഷനും അജിത്തിന് വേണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നടക്കുന്ന ഒരു കഥയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഫ്ലാഷ് ബാക്ക് സീൻസ് ആയിട്ട് 12 വർഷം മുമ്പ്, 9 വർഷം മുമ്പ്, 8 വർഷം മുമ്പ്, അങ്ങനെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കുറച്ച് ഗ്ലിംസസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആൻഡ് അജിത് കുമാറിൻ്റെ ലുക്ക് പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. സിനിമയിലുടനീളം തന്നെ അദ്ദേഹത്തിൻ്റെ പഴയകാല ലുക്ക്, ഞാൻ പറഞ്ഞതുപോലെ 12 വർഷം മുമ്പത്തെ ലുക്കിൽ തന്നെ വളരെ ചാമൻ്റെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു അജിത് കുമാറിനെ കാണാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പ്രസൻറ്റ് ലുക്കിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് നമ്മളൊരു സ്ക്രീൻ പ്രസൻസ്, ഓറ എന്നൊക്കെ പറയത്തില്ല, അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണാനുണ്ടാകുന്ന ഒരു സന്തോഷം അത് ഉടനീളം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ അജിത് കുമാർ എന്ന നടനെ തന്നെ അദ്ദേഹം വളരെ ഫ്ലെക്സിബിളായിട്ടും വളരെ ഇമോഷണലായിട്ടും ഒക്കെ അജിത്തിനെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് വൈസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസും അതിഗംഭീരമായിരുന്നു. അർജുൻ എന്ന ക്യാരക്ടർ അജിത് കുമാറിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് കായൽ എന്ന കഥാപാത്രത്തിൽ തൃഷ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഈ ഫസ്റ്റ് ഹാഫ് ഉടനീളം അജിത്തും തൃഷയും കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലും ഇരുവരും മാത്രമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവർ രണ്ടുപേരുടെയും സീൻസ് അത് വളരെ കൺവിൻസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ബാക്കിയുള്ള സമയത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അത് ഗ്രിപ്പിംഗ് ആയിരുന്നു. അത് നമുക്ക് കൺവിൻസിങ് ആണ്. ഓക്കെ, ഇവർ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ രണ്ട് പേരുടെയും കയ്യിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സും, കായലും അർജുനും എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സും ഭദ്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് ഈ സിനിമയുടെ ഏകദേശം 40 മിനിറ്റ്, തുടക്കത്തിൽ 40 മിനിറ്റ് വളരെ സ്ലോ പേസ് ആയിട്ടാണ് പോകുന്നത്. ലൈക്ക് ഇവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളും ഈ 40 മിനിറ്റിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇഴച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഓൾറെഡി പ്രേക്ഷകന് കണക്റ്റ് ആയിട്ടുള്ള, മനസ്സിലായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും പല പല സീൻസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയി വലിച്ചു നീട്ടുന്നത് പോലെ ഒരു ഫീലിംഗ് ആദ്യ പകുതിയിലുണ്ടായിരുന്നു. പിന്നാലെയാണ് റെജീന കസാൻഡ്രയും അർജുൻ സർജയും വരുന്നത്. അതിനുശേഷം ഈ സിനിമയുടെ ഒരു പോക്ക് ഒന്ന് ലിഫ്റ്റായി. ആ ലിഫ്റ്റ് ആവുന്നതിൻ്റെ ഒരു ഉടനീളം ഫസ്റ്റ് ഹാഫിലേക്ക് എത്തുന്നത് വരെ ഒരു ട്വിസ്റ്റ്, സസ്പെൻസ് ഒക്കെ നിറയ്ക്കുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേസിങ് സെയിം തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഗ്രാഫ് ഒന്ന് ഉയർത്തുക എന്ന് പറയത്തില്ലേ, ക്യാരക്ടേഴ്സ് കൂടി, അതോടൊപ്പം തന്നെ പ്ലോട്ടും ഒന്ന് വൈഡായി, ആ ഒരു ഗ്രിപ്പിംഗ് മൊമെൻറ്റ്സ് കുറച്ചുകൂടെ ഗംഭീരമായി ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുമ്പോഴും രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴേക്കും ഇതെങ്ങനെയാണ് കഥയുടെ പോക്ക്, എന്താണ് കാര്യങ്ങൾ എന്നുള്ള ഏകദേശ ധാരണ പ്രേക്ഷകന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചതുപോലുള്ള ഈ അധികമായിട്ടുള്ള സീനുകൾ കൂട്ടിപ്പോയത് ചെറിയ തരത്തിൽ ഇഴച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ഒരു ലാഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലും. അത് ഒരുപാട് സീൻസ് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കുറച്ച് രംഗങ്ങളുണ്ട്. അത് ഒന്നാമത്തെ രംഗം എനിക്ക് തോന്നിയത് കാറിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിഗംഭീരമായ കൊറിയോഗ്രാഫിയും ആ സീക്വൻസ് പ്രത്യേകിച്ച് എടുത്തേക്കുന്ന രീതി, അതിൽ അജിത് കുമാറിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഓറ, അദ്ദേഹം എങ്ങനെയാണ് ആ സീനിൽ വന്നിരിക്കുന്നത് ഉൾപ്പെടെ അതിൻ്റെ കൊറിയോഗ്രാഫി, അതിൻ്റെ സിറ്റുവേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു കാർ ഡ്രൈവിംഗ് സീക്വൻസിലാണ് ഒരു അപകടം വരെ പറ്റിയത്, ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി, അത് വാർത്തയിലൊക്കെ ഇടം പിടിച്ചിരുന്നു. പക്ഷേ ആ സാധനം ഉണ്ട്, കാരണം അത്രയ്ക്ക് റിസ്ക് എലമെൻറ്റ്സ് ഉള്ള ഒരു സീനായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫി എല്ലാ അർത്ഥത്തിലും, എല്ലാ തലങ്ങളിലും ഉള്ള ആക്ഷൻ കൊറിയോഗ്രഫി, എല്ലാ സീൻസിലും അത് വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അനിരുദ്ധിൻ്റെ സ്ഥിരമായിട്ടുള്ള കോമ്പോസിഷൻ ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ട്രാക്ക് വ്യത്യാസം എന്നൊക്കെ പറയില്ല. അനിരുദ്ധിൻ്റെ തന്നെ വേറൊരു ട്രാക്ക് മാറ്റം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു വിടാമുയർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ രീതിയിലും മാസ് എലമെൻറ്റ്സ് ഇങ്ങനെ തിരികെ കയറ്റുന്ന BGM കൊണ്ട് അമ്മാനമാടുന്ന അനിരുദ്ധിൻ്റെ ഒന്നും അല്ല ഈ സിനിമയിൽ കാണുന്നത്. വളരെ സട്ടിലാണ് അനിരുദ്ധിൻ്റെ BGM ഉൾപ്പെടെ, അതിൻ്റെ സോങ് പ്ലേസിംഗ് ഉൾപ്പെടെ എല്ലാം വളരെ സട്ടിലാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റും അല്ല. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ രീതിയിൽ മാത്രം അതിൻ്റെ ഇത് പ്ലേസ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ തൃഷ അജിത് കുമാർ പാട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയിരുന്നു.
പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു സോങ് ഉണ്ട്. വിടാമുയർച്ചയുടെ ടൈറ്റിൽ ട്രാക്ക് സോങ് പ്ലേസ് ചെയ്തേക്കുന്ന രീതി എനിക്ക് വളരെ കൺവിൻസിംഗ് ആയി തോന്നിയില്ല. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇതൊരു ജസ്റ്റ് ഒരു പ്രൊമോ സോങ് പോലെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്ലേസ് ചെയ്ത രീതി ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ സിനിമ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ പറയുന്നത് പോലുള്ള ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ മാസ് എലമെൻസുകൾ നിറയ്ക്കുന്ന ഒരു സിനിമ അജിത്തിനെ നമ്മൾ അങ്ങനെ കണ്ടില്ല. ഇപ്പോൾ നമ്മൾ മങ്കാത്ത പ്രതീക്ഷിക്കുന്നു, ബില്ല് പ്രതീക്ഷിക്കുന്നു, അങ്ങനത്തെ ടൈപ്പ് സിനിമയേ അല്ല. അജിത്തിനെ കാണുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ്. ഈ സ്ക്രീൻ പ്ലേയും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ്. മകിഴ് തിരുമേനി കൈൻഡ് ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൽ തന്നെയാണ് ഈ സിനിമ അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുടനീളം ആ സിനിമ അദ്ദേഹം കൈവിടാതെ പിടിച്ചു വെച്ചിട്ടുമുണ്ട്. ഈ സിനിമയുടെ പേസിങ് വളരെ സ്ലോ ആണ്. അപ്പോൾ അത് ഗ്രിപ്പിംഗ് ആയി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഗ്രിപ്പിംഗ് മൊമെൻറ്റ്സ് സിനിമയിൽ ഉണ്ട് താനും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അനാവശ്യമായ കുറച്ച് സീനുകളുണ്ട്. കാരണം ഓൾറെഡി പ്ലേസ് ആയി കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരുപാട് സീനുകൾ ചേർത്തതുപോലുള്ളൊരു ഫീലിംഗ് കൂടി ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. എന്നാൽ പോലും ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. തിയേറ്ററിൽ പ്രത്യേകിച്ച് കാണുന്നവർക്ക് വീണ്ടും ആവർത്തിക്കുന്നു ആ ഒരു മാസ് എലമെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ട്രെയിലറിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ് വിടാമുയർച്ച എന്ന സിനിമ തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ വിപരീത അഭിപ്രായമാണെങ്കിൽ അതും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.